കണക്ഷൻ നമ്പർ 1003. അപ്പോൾ നമ്മൾ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. ബോട്ടം ലെഫ്റ്റിൽ പറയുന്നത് പിക്ക് പാർട്ട്. അപ്പോൾ ഈ ബീമിലാണ് കണക്ഷൻ വേണ്ടത്. പിക്ക് ചെയ്തു. ഇനി പറയുന്നത് ഏതാണ്? പിക്ക് പൊസിഷനാണ്. അപ്പോൾ എവിടെ പോയി പിക്ക് ചെയ്യുന്നു അവിടെ സ്റ്റിഫ്നർ വരും. അപ്പോൾ കറക്റ്റ് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിൽ കറക്റ്റ് ഇവിടെ പോയി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അവിടെ സ്റ്റിഫ്നർ വന്നു. പക്ഷേ സ്റ്റിഫ്നർ വന്നപ്പോൾ എങ്ങനെയാണ് വന്നത്? ലെഫ്റ്റും റൈറ്റും രണ്ട് സൈഡ് സ്റ്റിഫ്നർ വന്നു. ഉണ്ടല്ലേ? നമുക്ക് ഉള്ളിൽ വേണ്ട, ഈ സൈഡ് വേണ്ട, ഇവിടെ പുറത്ത് മാത്രം സ്റ്റിഫ്നർ വരുത്തിയാൽ മതി. അപ്പോൾ കണക്ഷൻ്റെ പ്രോപ്പർട്ടി എടുക്കാം. പ്രോപ്പർട്ടി എടുത്തിട്ട് പാർട്സിൽ പോവാം. ഇവിടെ രണ്ട് ലെഫ്റ്റും റൈറ്റും, അതായത് ഇങ്ങനെ അസ്യൂം ചെയ്താൽ മതി, ലെഫ്റ്റും റൈറ്റും. അത് ചിലപ്പോൾ ഓൾട്ടർനേറ്റീവ് മാറാതെ, ചിലപ്പോൾ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും എടുക്കുന്നത്. അപ്പം നമുക്ക് ഏത് പ്ലേറ്റാണ് നമുക്ക് സൈഡിലത്തെ കളയേണ്ടത് നമ്മൾ ട്രയൽ ചെയ്ത് നോക്കണം. ഇവിടെ ഞാൻ 0 എന്ന് പറഞ്ഞൊന്ന് കൊടുത്ത് നോക്കുക. തിക്നെസ്സിൻ്റെ അവിടെ മോഡിഫൈ. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലത്തെ പോയില്ലേ, ഇവിടെ റൈറ്റ് സൈഡിലത്തെ സ്റ്റിഫ്നർ പോയി. അപ്പോൾ നമുക്കിനി ഇവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 12 കൊടുത്തു. ബ്രെത്തും ഹൈറ്റും കൊടുക്കേണ്ട ഓട്ടോമാറ്റിക്കലി ബീമിൻ്റെ ഡെപ്തിനനുസരിച്ച് സ്റ്റിഫ്നർ വന്നോളൂ. ബാക്കിയൊക്കെ നോർമൽ പോലെ PL 1 S275 പിന്നെ സ്റ്റിഫ്നർ STIFFENER സ്റ്റിഫ്നർ മോഡിഫൈ ചെയ്തു. ഇനി ഇത് 3Dയിൽ ഒന്ന് പോയി നോക്കാം. കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കലി ആ ഡെപ്തിൽ സ്റ്റിഫ്നർ വന്നിരിക്കുന്നുണ്ടോ?